കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി തൊഴിൽ തട്ടിപ്പിനിരയായി കംബോഡിയയിൽ കുടുങ്ങി. കൂത്താളി സ്വദേശി രാജീവനാണ് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്നത്. രാജീവിനെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കുടുംബം പരാതി നൽകി. തായ്ലൻഡിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് രണ്ടംഗ സംഘം കൂത്താളി സ്വദേശിയായ രാജീവനെ സമീപിച്ചത്. ജോലിക്കായി 1.84 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. പണം നൽകിയ രാജീവനെ സംഘം എത്തിച്ചത് കംബോഡിയയിൽ. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജോലിയാണ് അവിടെ ചെയ്യാനുള്ളത് എന്ന് മനസ്സിലായതോടെ രാജീവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. സെപ്റ്റംബർ 14 വൈകുന്നേരം വരെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം അച്ഛന് യാതൊരു വിവരവുമില്ല. 2 മാസമായി ഇപ്പം അച്ഛൻ മിസ്സിങ് ആയിട്ട്. അച്ഛൻ ഉള്ള സ്ഥലത്തു നിന്ന് ഒരു മലയാളി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവർ റൂമിൽ നിന്ന് കൊണ്ടുപോയാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വിട്ടതിന് ശേഷം അവിടുന്ന് ഇവർ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ആരോഗ്യനിലയൊക്കെ ഭയങ്കര ഗുരുതരാണ്. രാജീവനെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും പരാതി നൽകി. കുടുംബത്തിന്റെ പരാതിയിൽ രാജീവനെ കൊണ്ടുപോയ പത്തനംതിട്ട സ്വദേശികളായ മുരളി, ജോജി എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഇരുവരും ഒളിവിലാണ്. 24 കോഴിക്കോട്.